രണ്ട് നിയമസഭാ മണ്ഡലം ചേലക്കരയും പാലക്കാടും, ഒരു ലോക്സഭാ മണ്ഡലം വയനാട്. തെരഞ്ഞെടുപ്പ് അടുത്ത മാസം അവസാനം നടക്കും. ഈ മാസം 31-നകം പ്രഖ്യാപനമുണ്ടാകും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന സൂചനകൾ. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന ചർച്ചകൾ ഇതിനകം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്, ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. LDF കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ 3-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കില്ല, BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ മറിച്ച് വോട്ട് ചെയ്യും എന്ന ചർച്ചകൾ ഇപ്പോൾ തന്നെ കോൺഗ്രസും BJPയും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ CPIM ഇത്തവണ തീരുമാനിച്ചത് ജയിക്കാൻ തന്നെയാണ്. എല്ലാ കാലത്തും 3-ാം സ്ഥാനത്ത് നിൽക്കുക എന്നതല്ല, 1-ാം സ്ഥാനം പിടിക്കണം എന്ന് തന്നെയാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനാണ് CPIMന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിക്ക്. അതിനനുസരിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. 1-ാം സ്ഥാനത്ത് CPIM പരിഗണിക്കുന്നത് TK നൗഷാദിനെയാണ്. 1996 മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് TK നൗഷാദ്. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കണം എന്ന ചർച്ചകൾ നടക്കുന്നു. 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ K ശങ്കരനാരായണനോടാണ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് K ശങ്കരനാരായണനോടാണ് TK നൗഷാദ് പരാജയപ്പെടുന്നത്. അദ്ദേഹത്തെ ഇത്തവണ വീണ്ടും മത്സരിപ്പിച്ചാൽ ജയസാധ്യത കൂടുതലാണ് എന്ന് CPIM വിലയിരുത്തുന്നു. കാരണം മണ്ഡലം അറിയുന്ന ആളാണ്, മണ്ഡലത്തെക്കുറിച്ച് അറിയുന്ന ആളാണ് അദ്ദേഹം, മണ്ഡലത്തിൽ സുപരിചിതരുമാണ്. അതുകൊണ്ട് TK നൗഷാദ് മത്സരിക്കട്ടെ എന്ന ചർച്ചകൾ CPIMനകത്ത് ഇപ്പോൾ ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുന്നു. പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേര് DYFI നേതാവ് സഫ്ദർ ഷെരീഫിൻ്റെതാണ്. സഫ്ദർ ഷെരീഫിനെ ചെറുപ്പക്കാരനാണ്, DYFI നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരിപ്പിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എങ്കിൽ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു യുവജന നേതാവാണ് മത്സരിക്കുന്നത് എങ്കിൽ, ആ യുവജന നേതാവിന് മറുപടി പറയാൻ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലത്തിലെ പാലക്കാട് ജില്ലയിലെ DYFI നേതാവായ സഫ്ദർ ഷെരീഫ് മത്സരിക്കണം എന്ന ചർച്ചകൾ വരുന്നുണ്ട്. അത്തരം ചർച്ചകളും മണ്ഡലത്തിൽ സജീവമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേര് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫിൻ്റെതാണ്. V വസീഫ് മണ്ഡലത്തിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ DYFIയുടെ സംസ്ഥാന അധ്യക്ഷനായ V വസീഫ് മത്സരിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട യുവജന നേതാക്കൾ മത്സരരംഗത്ത് എത്തുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും. അതോടുകൂടി V വസീഫ് ഇപ്പോൾ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന യുവജന നേതാക്കളിൽ ഒരാളാണ്. രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ, രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളാണ് V വസീഫ്. DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പരിഗണിക്കുന്നതെങ്കിൽ V വസീഫ് തന്നെയായിരിക്കും നല്ല എതിരാളി എന്ന് CPIM കണക്കുകൂട്ടുന്നു. അത്തരം ചർച്ചകളും ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പേര് ഒരു വനിതാ സ്ഥാനാർത്ഥിയുടെ പേരാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ K ബിനുമോളെയാണ് പരിഗണിക്കുന്നത്. ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെങ്കിൽ സംശയം വേണ്ട, ബിനുമോൾ തന്നെയായിരിക്കും എന്നാണ്. എന്നാൽ ബിനുമോളിനേക്കാളും മണ്ഡലത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന 3 പേരുകൾ TK നൗഷാദിൻ്റെതാണ്. മറ്റൊന്ന് പാലക്കാട് മണ്ഡലത്തിലെ DYFI നേതാവായ സഫ്ദർ ഷെരീഫാണ്. മറ്റൊന്ന് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ V വസീഫാണ്. ഷാഫി പറമ്പിലാണ് നേരത്തെ അവിടെ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്നത്. ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഷാഫി പറമ്പിൽ ലഭിക്കുന്ന ഒരു രാഷ്ട്രീയാവസ്ഥ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അത് ഇക്കുറി മാറ്റണം. CPIMനോടൊപ്പം നിൽക്കുന്ന, CPIMന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ BJP ജയിക്കും എന്ന ഭീഷണി, അതാണ് അവിടെ എപ്പോഴും കോൺഗ്രസ് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം. BJP ജയിക്കാൻ പോകുന്നു, അതുകൊണ്ട് BJPയെ തോൽപ്പിക്കാൻ ന്യൂനപക്ഷ വോട്ടുകൾ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കണം എന്ന തന്ത്രമാണ് ഷാഫി പറമ്പിൽ എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചത്, കോൺഗ്രസും മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ആ നീക്കത്തിന് മറുപടി നൽകുന്നതിന് വേണ്ടി മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഒരാൾ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിലപാടിലേക്ക്, എന്ന ചർച്ചയിലേക്ക് CPIM എത്തുന്നത്. അത് മണ്ഡലത്തിൽ ചലനമുണ്ടാക്കും, മണ്ഡലത്തിൽ അത് വലിയ തരത്തിലുള്ള തരംഗം തന്നെ സൃഷ്ടിക്കും എന്നാണ് CPIM നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന്, മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വരട്ടെ എന്ന ചർച്ചകൾ സജീവമായി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലും ഉണ്ട്. സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും അതുതന്നെയാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വരണം. അത് വിജയസാധ്യത കൂട്ടും എന്ന് തന്നെയാണ്. ഇതിനേക്കാളും ഉപരിയായി CPIM തീരുമാനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 3-ാം സ്ഥാനത്തേക്ക് പോകാൻ ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്ന രീതി. BJPയെ തോൽപ്പിക്കുന്നതിനു വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യട്ടെ എന്ന് കരുതി ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്ന രീതി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ CPIM
CPIM അത് ചെയ്തിരുന്നു. അത് BJP വരരുത്, ഒരു ഫാസിസ്റ്റ് ശക്തിയായ BJP നിയമസഭയിൽ അക്കൗണ്ട് തുറക്കരുത് എന്ന ഉറച്ച നിലപാട് CPIMന് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അത് ഒരു ദൗർബല്യമായി കണക്കാക്കുകയും അത് വെച്ച് കോൺഗ്രസ് മുതലെടുക്കുകയും അത് വെച്ച് CPIMനെ വേട്ടയാടുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് വേണ്ടതില്ല. CPIMന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെ എന്ന സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുകയും ജയിക്കുക തന്നെ ചെയ്യും എന്ന ഉറച്ച നിലപാടിൽ മുന്നോട്ട് പോവുകയും വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്താൽ പാലക്കാട് മണ്ഡലം CPIMനോടൊപ്പം നിൽക്കും എന്നാണ് CPI നേതൃത്വം വിശ്വസിക്കുന്നത്. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 4 പേരെയാണ് സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. അതിൽ 1-ാം സ്ഥാനത്ത് TK നൗഷാദ്, 2-ാം സ്ഥാനത്ത് സഫ്ദർ ഷെരീഫ്, 3-ാം സ്ഥാനത്ത് V വസീഫ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് UDFന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു സംശയം വേണ്ട, V വസീഫ് ആയിരിക്കും LDFന്റെ CPIMന്റെ സ്ഥാനാർത്ഥി, DYFയുടെ സംസ്ഥാന അധ്യക്ഷൻ.